ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് PM വിദ്യാലക്ഷ്മി എന്നുള്ള വിദ്യാഭ്യാസ ലോണിനെ കുറിച്ചാണ്. നമ്മുടെ ചാനലിൽ മുൻപ് PM വിദ്യാലക്ഷ്മി എഡ്യൂക്കേഷൻ ലോണിന് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ആർക്കൊക്കെയാണ് വിദ്യാഭ്യാസ ലോണിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതെന്നും ലോണുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങളുമാണ്. ഏതൊക്കെ കോഴ്സുകൾക്കാണ് ബാങ്ക് വായ്പ ലഭിക്കുക എന്ന് നോക്കാം. പഠനം ഇന്ത്യയിലാണെങ്കിൽ UGC, AICTE, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അഥവാ മെഡിക്കൽ കൗൺസിൽ, ഡെന്റൽ കൗൺസിൽ തുടങ്ങിയ ദേശീയ റെഗുലേറ്ററി സമിതികളുടെയും സർക്കാർ സർവകലാശാല എന്നിവയുടെ അംഗീകാരമുള്ള ഡിഗ്രി, PG, പ്രൊഫഷണൽ സാങ്കേതിക ഡിഗ്രി, ഡിപ്ലോമ തുടങ്ങിയ റെഗുലർ കോഴ്സുകൾക്ക് വിദ്യാഭ്യാസ വായ്പ ലഭിക്കും. സ്കിൽ ഇന്ത്യ സർട്ടിഫിക്കറ്റുകളുള്ള സ്ഥാപനങ്ങൾക്ക് ഹ്രസ്വകാല കോഴ്സുകൾക്കും ബാങ്ക് ഓഫ് ബറോഡ പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും 2 ലക്ഷം രൂപ വരെ ലോണ് ലഭിക്കുന്നതാണ്. വിദേശത്ത് പഠനം നടത്തുന്നവർക്കും വായ്പ ലഭിക്കുന്നതാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിലെ ഉപരിപഠനത്തിന് 7.5 ലക്ഷം രൂപ മുതൽ 1.5 കോടി രൂപ വരെ വിദ്യാഭ്യാസ വായ്പ ലഭിക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ UAE, USA, കാനഡ, ഓസ്ട്രേലിയ, ജപ്പാൻ, ന്യൂസിലാൻഡ്, സിംഗപ്പൂർ, ഹോങ്കോങ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ഥാപനങ്ങളിൽ ഡിഗ്രി, PG ഗവേഷണ പ്രോഗ്രാമുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ലോണുകൾ ലഭിക്കുക. ട്യൂഷൻ ഫീസ്, ജീവിത ചിലവ്, പരീക്ഷാ ഫീസ്, യാത്രാ ചിലവുകൾ എന്നിവ വായ്പയിൽ ഉൾപ്പെടുന്നു. 7 മുതൽ 10% വരെയാണ് ഇപ്പോഴത്തെ പലിശ നിരക്ക്. രക്ഷിതാക്കളുടെ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. ദേശീയ വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ ഉയർന്ന സ്ഥാനമുള്ള 850ഓളം സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് 10 ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് പലിശ നിരക്കിൽ 3% വരെ സബ്സിഡിയും ലഭിക്കുന്നു. ഇനി വായ്പ തിരിച്ചടവ് എങ്ങനെയെന്ന് നോക്കാം. കോഴ്സ് കാലയളവ് പൂർത്തിയാക്കിയതിനു ശേഷം 12 മാസമോ ജോലി കിട്ടിയതിനു ശേഷം 6 മാസമോ ഏതാണോ ആദ്യം എന്ന് കണക്കാക്കിയാണ് തിരിച്ചടവ് തുടങ്ങേണ്ടത്. 15 വർഷ കാലയളവിൽ തുല്യമായ തവണകളായി വായ്പ തുകയും പലിശയും തിരിച്ചടയ്ക്കണം. പുതിയൊരു കോഴ്സിന് രണ്ടാമതും വായ്പ എടുക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കോഴ്സ് പൂർത്തിയാക്കി 15 വർഷത്തിനുള്ളിൽ നേരത്തെ പറഞ്ഞ മാനദണ്ഡ പ്രകാരം ലോൺ തിരിച്ചടയ്ക്കണം. അതത് വർഷത്തെ പലിശ തുക പഠന കാലയളവിൽ തന്നെ അടയ്ക്കുന്നതാണ് നല്ലത്. 7.5 ലക്ഷം രൂപ വരെയുള്ള ലോണിന് രക്ഷിതാവ് സഹവായ്പക്കാരനായാൽ മതിയാകും. മറ്റ് ഗ്യാരണ്ടിയർ വേണ്ട. അതിനു മുകളിലുള്ള വായ്പയ്ക്ക് ഗ്യാരണ്ടിയർ ആവശ്യമാണ്. PM വിദ്യാലക്ഷ്മി പോർട്ടൽ വഴിയുള്ള വായ്പാ പദ്ധതികൾക്ക് വിദ്യാർത്ഥികൾ നേരിട്ട് ബാങ്കിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഒരു വിദ്യാർത്ഥിക്ക് 3 വ്യത്യസ്ത ബാങ്കുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 38 ബാങ്കുകൾ നൽകുന്ന 86 വിദ്യാഭ്യാസ വായ്പാ പദ്ധതികളുടെ വ്യത്യസ്ത പലിശ നിരക്കും മാനദണ്ഡങ്ങളും താരതമ്യം ചെയ്ത് ഉചിതമായ സ്കീം തിരഞ്ഞെടുത്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, കേരള ഗ്രാമീൺ ബാങ്ക് തുടങ്ങിയവയെല്ലാം ഇതിൽപ്പെടുന്നു. ഓൺലൈനായി നൽകുന്ന അപേക്ഷയുടെ നിലവിലെ സ്റ്റാറ്റസ് സൈറ്റ് വഴി തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. വായ്പയോടൊപ്പം സ്കോളർഷിപ്പുകൾക്കും ഇതിലൂടെ അപേക്ഷിക്കാം. പോർട്ടൽ വഴി സംശയങ്ങൾക്കുള്ള മറുപടിയും ലഭിക്കുന്നതാണ്. ചില നിബന്ധനകൾക്ക് വിധേയമായി രണ്ടാമതൊരു വിദ്യാഭ്യാസ വായ്പയ്ക്ക് അപേക്ഷിക്കുവാനുള്ള സൗകര്യവും നിലവിൽ PM വിദ്യാലക്ഷ്മി പോർട്ടലിന്റെ സൈറ്റിൽ ഒരുക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ ലോണിന് അപേക്ഷ സമർപ്പിക്കുന്നതിനായി അപേക്ഷകന്റെ ഫോട്ടോഗ്രാഫ്, ആധാർ കാർഡ്, SSLC, അതുപോലെ തന്നെ പാൻ കാർഡ് തുടങ്ങിയ കാര്യങ്ങളും രക്ഷിതാവിന്റെ ആധാർ കാർഡ്, പാൻ കാർഡ് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളും ആവശ്യമാണ്. എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്നുള്ള ഫുൾ വീഡിയോ ചാനലിൽ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വീഡിയോസിനായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.